ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ബി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ് 9th ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ്. അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അതിൽ വെസ്റ്റേൺ ഹിമാലയാസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ സെൻട്രൽ ഹിമാലയാസ് എന്താണെന്ന് നോക്കാം. Central Himalaya, part of Himalayas from river Kali to river Teesta is Central Himalaya. ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, റിവർ കാളി തൊട്ട് റിവർ ടീസ്റ്റ വരെ ഉള്ള ആ ഒരു ഹിമാലയാസിൻ്റെ പാർട്ടിനെയാണ് സെൻട്രൽ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഓൾസോ നോൺ ആസ് നേപ്പാൾ ഹിമാലയ. അപ്പം ഇതിൻ്റെ വേറൊരു പേരാണ് നേപ്പാൾ ഹിമാലയ എന്ന്. അപ്പോൾ നേപ്പാൾ ഹിമാലയ എന്ന് പേര് വരാൻ കാരണം മെജോറിറ്റി ഓഫ് റീജിയൻ ഫാൾസ് ഇൻ നേപ്പാൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതലും ഭാഗം നേപ്പാളിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നേപ്പാൾ ഹിമാലയ എന്ന് വിളിക്കുന്നത്. ഓൺലി ദ വെസ്റ്റേൺ സിക്കിം ആൻഡ് ഡാർജിലിംഗ് റീജിയൻ ഓഫ് സെൻട്രൽ ഹിമാലയ ആർ ഇൻ ഇന്ത്യ. അപ്പം സെൻട്രൽ ഹിമാലയയുടെ വെസ്റ്റേൺ സിക്കിം അതുപോലെ ഡാർജിലിംഗ് റീജിയൻസ് മാത്രമാണ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മൗണ്ട് എവറസ്റ്റ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അത് സെൻട്രൽ ഹിമാലയാസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മൗണ്ട് കാഞ്ചൻജംഗ ഈ സിറ്റുവേറ്റഡ് ഹിയർ. അപ്പോൾ മൗണ്ട് കാഞ്ചൻജംഗയും ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നാത്തുൽ പാസ്, ഇന്ത്യ ചൈന ബോർഡറിൽ നിൽക്കുന്ന നാത്തുൽ പാസ്, അതും ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദ സ്വിഫ്റ്റ് ഫ്ലോയിങ് ടീസ്റ്റ റിവർ ആൻഡ് ഇറ്റ്സ് സ്ട്രീം ടെറേസസ് ആർ ഫീച്ചേഴ്സ് ഓഫ് ദ സിക്കിം ഹിമാലയ. സ്വിഫ്റ്റ് ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിൽ ഒഴുകുന്ന. അപ്പോൾ വേഗത്തിൽ ഒഴുകുന്ന ടീസ്റ്റ റിവർ ഈ സിക്കിം ഹിമാലയാസ് സെൻട്രൽ ഹിമാലയയുടെ ഒരു പാർട്ടാണ്. അപ്പം സിക്കിം ഹിമാലയാസിൻ്റെ ഫീച്ചറാണ് ഈ വേഗത്തിൽ ഒഴുകുന്ന ടീസ്റ്റ റിവർ. ബ്രിട്ടീഷ് സ്റ്റാർട്ടഡ് ടീ കൾട്ടിവേഷൻ ഹിയർ ഡ്യൂറിങ് കൊളോണിയൽ എറ ഐഡൻറ്റിഫൈങ് ദ ഫേവറബിൾ കണ്ടീഷൻസ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ടീ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു കൊളോണിയൽ ഇറയിൽ. കൊളോണിയൽ ഇറ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന ആ ഒരു ടൈം തന്നെയാണ് കൊളോണിയൽ ഇറ എന്ന് പറയുന്നത്. അപ്പം ആ ടൈമിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ടീ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെന്തുകൊണ്ടാണ്? അവരിവിടുത്തെ ഈ ടീ കൾട്ടിവേഷൻ്റെ ഫേവറബിൾ കണ്ടീഷൻസ് കണ്ടുപിടിച്ചു. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് അവരിവിടെ ടീ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഡാർജിലിംഗ് ടീ പ്രൊഡ്യൂസ്ഡ് ഹിയർ ഈസ് ഇൻ്റർനാഷണലി ഫേമസ്. അപ്പോൾ ഡാർജിലിംഗ് ടീ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാർജിലിംഗ് ടീ ഇൻ്റർനാഷണലി ഫേമസ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഈസ്റ്റേൺ ഹിമാലയാസിനെ കുറിച്ചാണ് പറയണത്. ഈസ്റ്റേൺ ഹിമാലയ ലോഹി കമ്പയർഡ് ടു വെസ്റ്റേൺ ഹിമാലയാസ്. അപ്പം വെസ്റ്റേൺ ഹിമാലയാസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഉയരം കുറഞ്ഞ ഹിൽസാണ് ഇവിടെ ഉള്ളത്. എക്സ്റ്റെൻഡഡ് ഫ്രം റിവർ ടീസ്റ്റ ടു റിവർ ബ്രഹ്മപുത്ര. റിവർ ടീസ്റ്റ തൊട്ട് റിവർ ബ്രഹ്മപുത്ര വരെയാണ് ഇതിൻ്റെ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഓൾസോ നോൺ ആസ് അസാം ഹിമാലയ. അപ്പം സെൻട്രൽ ഹിമാലയനെ നമ്മൾ നേപ്പാൾ ഹിമാലയ എന്ന് വിളിച്ചു. ഈസ്റ്റേൺ ഹിമാലയാസിനെ ആസാം ഹിമാലയ എന്ന് വിളിക്കാം. ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ നംച പർവ. അപ്പം ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നംച പർവയാണ്. അത് 7756 മീറ്റേഴ്സ് ഹൈറ്റ് വരുന്നതാണ്. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമൻ, ലോഹിത്, സുബൻസിരി. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്. ഇനി ഇവിടുത്തെ പാസസ്, ഇവിടുത്തെ ചുരങ്ങൾ ഏതൊക്കെയാണ്? ബോംഡില അതുപോലെ ബിഹു. അപ്പോൾ ബോംഡില എന്താണ്, ഏതൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? കണക്ട്സ് അരുണാചൽ പ്രദേശ് വിത്ത് ലാസ. അപ്പം അരുണാചൽ പ്രദേശും ലാസയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ബോംഡില. അത് ഇനി ഈ ലാസ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ടിബറ്റ് ആണ്, ക്യാപിറ്റൽ സിറ്റി ഓഫ് ടിബറ്റ്. ഇനി ബിഹു കണക്ട്സ് അരുണാചൽ പ്രദേശ് വിത്ത് മ്യാൻമാർ.
അപ്പോൾ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബിഹു, അരുണാചൽ പ്രദേശിനെ ലാസിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ബോംഡില. ഇനി നമ്മൾ പൂർവാചൽ ഹിൽസിനെ കുറിച്ചാണ് പറയണത്. ഈ മാപ്പിൽ നമുക്ക് കാണാം പൂർവാചൽ ഹിൽസ് എന്ന് പറയണത് ഈ ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ ആ താഴേക്കുള്ള സൗത്തിലേക്കുള്ള ആ ഭാഗം, താഴേക്ക് നിൽക്കുന്ന ആ ഭാഗത്തിലുള്ള ആ ഹിൽസിനെയാണ് അതിൽ ഡാർക്ക് റോസ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് പൂർവാചൽ ഹിൽസ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പൂർവാചൽ ഹിൽസ്. ഹിമാലയൻ മൗണ്ടെയിൻസ് ഹാവ് ഹിൽസ് ഓഫ് ലെസർ എലവേഷൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഫ്രം അരുണാചൽ പ്രദേശ് അപ് ടു മിസോറാം. അപ്പം അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറാം വരെയുള്ള ആ ഒരു റീജിയണിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായി നിൽക്കുന്ന, നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോർത്തിലാണ്, പക്ഷെ സൗത്തിലേക്ക് താഴേക്കല്ലേ നിൽക്കുന്നത്, നോർത്തിൽ നിന്ന് താഴേക്കല്ലേ, അപ്പം നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പം ആ നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ഹിമാലയൻ മൗണ്ടെയിൻസിനെ അതിൻ്റെ അവിടെയുള്ള ആ മൗണ്ടെയിൻസിൽ ഹിൽസിന് കുറച്ച് എലവേഷൻ കുറവാണ്, അതിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്. അതാണ് അതിനെ ഹിൽസ് എന്ന് പറയണത്. ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കുന്നാണ്. അപ്പം മൗണ്ടെയിൻസിൻ്റെ അത്ര തന്നെ നീളമല്ല, അതുകൊണ്ടാണ് അതിനെ ഹിൽസ് എന്ന് പറയണത്. അപ്പം ഹിമാലയൻ മൗണ്ടെയിൻ ഹാവ് ഹിൽസ് ഓഫ് ലെസർ എലവേഷൻ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഫ്രം അരുണാചൽ പ്രദേശ് അപ് ടു മിസോറാം. ദീസ് ഹിൽസ് ഹാവിംഗ് ആവറേജ് എലവേഷൻ ഫ്രം 500 to 3000 meters above mean sea level is പൂർവാചൽ ഹിൽസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അധികം ഹൈറ്റ് ഇല്ലാത്ത ഈ ഒരു ഹിൽസിനെയാണ് നമ്മൾ പൂർവാചൽ ഹിൽസ് എന്ന് പറയണത്. അതിൻ്റെ ആവറേജ് എലവേഷൻ എത്രയാണ്? 500 to 3000 meters ആണ് എബോവ് മീൻ സീ ലെവൽ. ഇപ്പോൾ ഈ എബോവ് മീൻ സീ ലെവൽ എന്ന് പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ എലവേഷൻ എന്നൊക്കെ പറയണത് ഒരു മൗണ്ടെയിൻ, അത് ഈ മലകൾ, കുന്നുകൾ, ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റ് കണക്കാക്കാന്ന് നോക്കുകയാണെങ്കിൽ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റാണ് നമ്മൾ നോക്കുക. അപ്പോൾ സീ ലെവലിൽ നിന്ന് ഉള്ള ഹൈറ്റ് ആയതുകൊണ്ടാണ് എബോവ് മീൻ സീ ലെവൽ എന്ന് പറയണത്. അപ്പം ഈ മൗണ്ടെയിൻസിൻ്റെ ഒക്കെ ഈ ഒരു ആ ഒരു മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റിനെ നമ്മൾ എലവേഷൻ എന്നാണ് പറയുക. അപ്പം അങ്ങനെ. അപ്പോൾ ഓക്കെ, അപ്പോൾ പൂർവാചൽ ഹിൽസായി എന്താണെന്ന് പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻറ്റ് പൂർവാചൽ ഹിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ആ മാപ്പിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ടെക്സ്റ്റ് എടുത്തൊന്ന് നോക്കൂ. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പൂർവാചൽ ഹിൽസ്? പാട്കായി ബം, നാഗ ഹിൽസ്, മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, ഇതൊക്കെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പൂർവാചൽ ഹിൽസ്. ഇനി ചിറാപുഞ്ചി മൗസിൻറാം located here receive the highest rainfall in the world. അപ്പോൾ ചിറാപുഞ്ചി അതുപോലെ മൗസിൻറാം ഈ രണ്ട് പ്ലേസിലാണ് ഏറ്റവും കൂടുതൽ റെയിൻഫാൾ ലഭിക്കുന്നത്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ചിറാപുഞ്ചിയും മൗസിൻറാമും. അതിവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. റൂട്ട് ബ്രിഡ്ജ് constructed by the local folk using braided tree roots in order to cross Burgland stream is an evidence for harmonious coexistence of people with nature. വലിയൊരു സെൻറ്റൻസ് ആണ്, പക്ഷെ ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കൽ ഫോക്സ്, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ, ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ ഈ ട്രീസിൻ്റെ റൂട്ട്, മരങ്ങളുടെ വേരുകൾ ബ്രൈഡ് ചെയ്യാതെ നമുക്കറിയാം പിരിച്ചിടുന്നതിനാണ് ബ്രൈഡ് എന്ന് പറയാം. അപ്പോൾ അത് പിരിച്ച് ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രീമിൻ്റെ ഇടയിൽ ഒരു അരുവിയുടെ ഇത് കടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ആളുകളുടെ പ്രകൃതിയുമായിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ്, അവരുടെ ഒരു സഹജീവിത്വത്തിനെ കുറിച്ച് ആണ് പറയണത്. അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കാമെന്നൊന്നുമില്ല. അപ്പം ആ റൂട്ട് ബ്രിഡ്ജിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഴുതാമല്ലോ റൂട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പം അതെവിടെയാണ് റൂട്ട് ബ്രിഡ്ജ് ഉള്ളതെന്ന് വെച്ചാൽ പൂർവാചൽ ഹിൽസ്. അതങ്ങനെ ചോദിക്കാൻ വലിയ സാധ്യതയില്ല, എന്നാലും കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഇനി നമുക്ക് ഈ ഹിമാലയാസിൻ്റെ ക്ലൈമറ്റ് കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്താം. ഇനി ഹിമാലയൻ റീജിയൻസിലെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളത് പോലെയാണോ അവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടാവുക? അല്ലേ, നമുക്കിവിടെ എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഉണ്ടാവല്. മഴയാണെങ്കിലും അധികം ബുദ്ധിമുട്ട് ഈ ഒരു കാലങ്ങളിലാണ് നമുക്ക് ഫ്ലഡും അതും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് മുന്നേ വരെ നമുക്ക് മഴയാണെങ്കിലും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത മഴ, തണുപ്പാണെങ്കിലും അത്യാവശ്യം തണുപ്പ്, പക്ഷേ അധികം മഞ്ഞ് വീഴ്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്ന ക്ലൈമറ്റാണ് നമുക്ക് ഉണ്ടാവല്. ചൂടുകാലമായിരുന്നെങ്കിലും ആദ്യമൊക്കെ സമ്മർ സീസൺ വളരെ അത്ര മോഡറേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഈ സമ്മർ സീസണൊക്കെ നല്ല ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല നമ്മുടെ ഈ നോർത്തിൽ ഈ ഹിമാലയൻ റീജിയൻസിലുള്ള ക്ലൈമറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ക്ലൈമറ്റ് ഓഫ് ദ ഹിമാലയൻ മൗണ്ടെയിൻ സോൺസ് ഡിപ്പെൻഡ് എലവേഷൻ ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് ദ പെർട്ടിക്കുലർ റീജിയൻ. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യണത്? എലവേഷനെയും അതുപോലെ ടോപ്പോഗ്രഫീനെയും. എലവേഷൻ നമുക്കറിയാം എന്താണ്, ഹൈറ്റാണ്. ഇനി ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഒരു അവിടുത്തെ ആ റീജിയൻസിൻ്റെ ആ ഒരു ജിയോഗ്രഫി അല്ലെങ്കിൽ ലാൻഡ് ഫോംസിൻ്റെ ആ ഒരു പ്രത്യേകതകൾ, ഇതാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റും അതുപോലെ അവിടുത്തെ ടോപ്പോഗ്രഫിയും ഒക്കെയാണ് അവിടുത്തെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണത്, അതായത് ആശ്രയിച്ചിരിക്കുന്നത്. ഇനി അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. മൈൽഡ് ടെമ്പറേച്ചർ എവിടെയാണ്? ലോവർ മൗണ്ടെയിൻ സ്ലോപ്സ് ആൻഡ് ഷിവാലിക് ഫൂട്ട് ഹിൽസ്. അപ്പോൾ ഷിവാലിക് ഫൂട്ട് ഹിൽസിലും ലോവർ മൗണ്ടെയിൻ സ്ലോപ്സിലും മൈൽഡ് ക്ലൈമറ്റാണ്. ഈ ലോവർ മൗണ്ടെയിൻ സ്ലോപ്സ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള സ്ലോപ്പിൻ്റെ താഴെയുള്ള ഭാഗം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ എന്താ പറയുക, മൗണ്ടെയിൻസിൻ്റെ ആ ഒരു സർഫസിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ലോവർ മൗണ്ടെയിൻ റീജിയൻ, ആ വാലിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന ഇതിനെയാണ് നമ്മൾ ലോവർ മൗണ്ടെയിൻ സ്ലോപ്സ്. അപ്പോൾ ഒരു മൗണ്ടെയിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഒക്കെ എന്താണ്, മൈൽഡ് ക്ലൈമറ്റാണ്. ഇനി ഫൂട്ട് ഹിൽസ്, ഷിവാലിക് ഫൂട്ട് ഹിൽസ് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ലാർജ് മൗണ്ടെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിലധികമോ ലാർജ് മൗണ്ടെയിൻ ഉണ്ടാവും. അതിൻ്റെ താഴെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഹിൽസിനെയാണ് നമ്മൾ ഫൂട്ട് ഹിൽസ് എന്ന് പറയണത്. അപ്പം ഷിവാലിക് ഫൂട്ട് ഹിൽസിലും ലോവർ മൗണ്ടെയിൻ സ്ലോപ്സിലൊക്കെ എന്താണ്, മോഡറേറ്റ് ക്ലൈമറ്റാണ്. ഇനി കൺസിഡറബിളി ലോ ടെമ്പറേച്ചർ. അപ്പം അത്യാവശ്യം ലോ ടെമ്പറേച്ചർ എവിടെയാണ്? ഹൈ എലവേഷൻ, അത്യാവശ്യം നല്ല നീളമുള്ള മൗണ്ടെയിൻസിൽ. ഹൈ എലവേഷൻ എന്ന് പറയുമ്പോൾ നീളം കൂടുതലുള്ള. ഇനി വിൻ്റർ ക്ലൈമറ്റ് കണ്ടീഷൻ അതെവിടെയാണ്? എക്സ്ട്രീം ഹൈ ആൾട്ടിറ്റ്യൂഡ്, അത്രയും വലിയ നീളമുള്ള മൗണ്ടെയിൻസിലൊക്കെയാണ് ഈ എന്താ പറയുക വിൻ്റർ ക്ലൈമറ്റ് കണ്ടീഷൻ ഉള്ളത്. പോൾ ലൈക്ക് എക്സ്ട്രീം വിൻ്റർ ക്ലൈമറ്റ് എവിടെയാണ്? ലഡാക്ക് റീജിയൻ. അപ്പോൾ പോൾ നമുക്കറിയാം, സൗത്ത് പോൾ നോർത്ത് പോൾ, അവിടെ എങ്ങനെയാണ്, ഐസ് കട്ടകളാണ് അല്ലേ. ഏറ്റവും ടെമ്പറേച്ചർ കുറവുള്ളതാണ് പോൾസ്. അധികം സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് അവിടെ എപ്പോഴും എന്താണ്, വിൻ്റർ സീസണാണ്. അപ്പം അതുപോലെ ഉള്ള എക്സ്ട്രീം വിൻ്റർ ക്ലൈമറ്റ് ലഡാക്ക് റീജിയനിലാണുള്ളത്. അപ്പോൾ നമുക്കിതിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഉയരം കൂടുന്തോറും എന്താണ്, ഉയരം കൂടുന്തോറും ഈ മൗണ്ടെയിൻ്റെ അവിടുത്തെ ടെമ്പറേച്ചർ കുറയും. ഏറ്റവും ഹൈറ്റിൽ നിൽക്കുമ്പം അവിടെ എന്താണ്, ടെമ്പറേച്ചർ കുറവായിരിക്കും, അതായത് വിൻ്റർ സീസണായിരിക്കും അവിടെ ഉണ്ടാവുക. താഴത്തേക്ക് വരുന്തോറും ടെമ്പറേച്ചർ കൂടി വരും, അത്യാവശ്യം മോഡറേറ്റ് ക്ലൈമറ്റ് ആയിട്ട് വരും. ഇനി അവിടുത്തെ റെയിനിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് അലോങ് സൗത്തേൺ സ്ലോപ്പ് ഓഫ് ഷിവാലിക് റേഞ്ചസ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എവിടെയാണ് കിട്ടാറ്? സൗത്തേൺ സ്ലോപ്പ് ഓഫ് ഷിവാലിക് റേഞ്ചിൻ്റെ സൗത്ത് സ്ലോപ്പിലാണ് എന്ത് കിട്ടുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും കിട്ടുന്നുണ്ട് ഈ
സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇനി ദ മൺസൂൺ വിൻഡ് blowing from Bay of Bengal get trapped in between the Assam Himalaya and Purvachal hills, and the moisture in it reaches back earth as rain. Hence northeast India, especially Meghalaya plateau, receives heavy rainfall. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ആ ലൈൻ അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഇത് കണ്ടില്ലേ, എന്ത് അപ്പം ഇങ്ങനെ ചോദിക്കാം, വൈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ വൈ മേഘാലയ പ്ലാറ്റു റിസീവ്സ് ഹെവി റെയിൻഫാൾ. അപ്പം ഈ മേഘാലയ പ്ലാറ്റൂവിൽ എന്തുകൊണ്ടാണ് ഹെവി റെയിൻഫാൾ കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ചിറാപുഞ്ചിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതെവിടെയാണ്? മേഘാലയയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റീജിയൻസിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഹെവി റെയിൻഫോൾ കിട്ടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ദ മൺസൂൺ വിൻഡ് ബ്ലോയിങ് ഫ്രം ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ബേ ഓഫ് ബംഗാളിൽ നിന്ന് അടിക്കുന്ന മൺസൂൺ കാറ്റ് ആസാം ഹിമാലയ അതുപോലെ പൂർവാചൽ ഹിമാലയൻ്റെ ഇടയിൽ പെട്ടുപോകും, ട്രാപ്പായി പോവും. ആൻഡ് ദ മോയ്സ്ചർ ഇൻ ഇറ്റ് റീച്ചസ് ബാക്ക് എർത്ത് ആസ് റെയിൻ. അപ്പോൾ അത് അവിടെ പെട്ടിട്ട് അതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, അതിലുള്ള നനവ് എന്താണ് ഈ എർത്തിലേക്ക് റെയിനായിട്ട് പെയ്യും. നമ്മൾ കണ്ടൻസേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അങ്ങനെ നടക്കുന്നത്? അതിലുള്ള മോയ്സ്ചർ അവിടെ തങ്ങി നിന്ന് അത് ലിക്വിഡായി മാറും അല്ലേ? അപ്പം മോയ്സ്ചർ ലിക്വിഡായി മാറി അവിടെ റെയിൻഫാൾ നടക്കും. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേഘാലയ അല്ലെങ്കിൽ ചിറാപുഞ്ചി ഇവിടെയൊക്കെ ഹൈവേ റെയിൻഫാൾ വരുന്നത്? അപ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്ര ഇതിൽ നല്ല വരക്കാരിയൊന്നല്ല ഞാൻ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. ഇത് ഇങ്ങനെയല്ല ഇതിൻ്റെ ഇത് വരെ താഴേന്നാണ്, ബേ ഓഫ് ബംഗാൾ താഴെയാണ് കിടക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടേക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് കൊടുത്തത്. ബേ ഓഫ് ബംഗാൾ താഴെയാണ്. ആ താഴേന്ന് ഈ എന്താ പറയുക പൂർവാചൽ ഹിൽസും ആസാം ഹിൽസും, മുകളിലുള്ളത് ആസാം ഹില്ല്, പൂർവാചൽ ഹിൽസ് താഴേന്ന് ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഈ മൺസൂൺ വിൻഡ്, ബേ ഓഫ് ബംഗാളിൽ നിന്ന് വരുന്ന മൺസൂൺ വിൻഡ് പെട്ടുപോകും. എന്നിട്ട് അവിടെ കണ്ടൻസേഷൻ നടന്നിട്ട് മോയ്സ്ചർ എർത്തിലേക്ക് റെയിനായിട്ട് വരും. അപ്പം ഇതാണ് അവിടുത്തെ റെയിനിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലൈമറ്റിൽ ഒന്നാണല്ലോ റെയിനും. അപ്പം നമുക്ക് ഇത്രയാണ് ക്ലൈമറ്റിനെ കുറിച്ച് പറയാനുള്ളത് അവിടുത്തെ. അപ്പം ഇനി അടുത്ത പാർട്ട് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.